ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതിയുടെ പരോൾ അപേക്ഷ നിരസിച്ച ഹൈക്കോടതി എന്തുകൊണ്ട് ടി.പി. കേസ് പ്രതികൾക്ക് മാത്രം നിരന്തരം പരോൾ ലഭിക്കുന്നെന്ന് ഹൈക്കോടതി ചോദിച്ചു. 12ാം പ്രതി ജ്യോതി ബാബുവാണ് പരോൾ അപേക്ഷ കൊടുത്തത്. കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് തത്സമയം ചേരുന്നു. വിഷ്ണു, പറയൂ വിശദാംശങ്ങൾ. എന്താണ് കോടതിയുടെ പരാമർശങ്ങൾ, അന്തരാർത്ഥം? ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ 12ാം പ്രതി ജ്യോതി ബാബുവിന്റെ ഭാര്യയാണ് അദ്ദേഹത്തിന് 10 ദിവസത്തെ അടിയന്തര പരോൾ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. ഈ ഘട്ടത്തിലാണ് ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉയർത്തിയത്. എന്തുകൊണ്ട് ടി.പി. കേസ് പ്രതികൾക്ക് മാത്രം ഇത്തരത്തിൽ നിരന്തരം ജാമ്യം ലഭിക്കുന്നു, പരോൾ ലഭിക്കുന്നു? അത് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം ഈ ഏത് കേസിലാണ് അകപ്പെട്ടത് എന്നുള്ള കാര്യം ഈ അപേക്ഷയിൽ വ്യക്തമാക്കിയിട്ടില്ല. അതുതന്നെ ശരിയല്ല എന്നും കോടതി നിരീക്ഷിച്ചു. അതിരൂക്ഷ വിമർശനത്തോടെയാണ് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ 12ാം പ്രതി ജ്യോതി ബാബുവിന്റെ പരോൾ ഹർജി ഹൈക്കോടതി തള്ളിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.